Good morning. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Good morning, ma'am. കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തു? റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ് അല്ലേ എടുക്കുന്നേ? ചാപ്റ്ററിൽ എവിടെ വരെ എടുത്തേ? ഡയഗ്നോസ്റ്റിക് ഏരിയ വരെ എടുത്തു അല്ലെ? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഡയഗ്നോസ്റ്റിക് ഏരിയ വരെ നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. നെക്സ്റ്റ് ആണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്താണെന്ന് നോക്കുന്നത്. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഇസ് ഓൾസോ നോൺ ആസ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ is defined by the International Atomic Energy Agency, that is IAEA, as the protection of people from injurious effects of exposure to ionizing radiation and the means for attaching this. For radiation protection എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയേഷനിൽ നിന്നുള്ള സംരക്ഷണം അല്ലെ? അപ്പൊ റേഡിയേഷൻ പ്രൊട്ടക്ഷനെ മറ്റൊരു പേര് കൂടി അറിയപ്പെടുന്നു. എന്താണത്? റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. അപ്പൊ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് ചോദിച്ചാലും റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. എന്താണ്? റേഡിയേഷനിൽ നിന്നുള്ള സംരക്ഷണം is defined by the International Atomic Energy Agency. ഇവിടെയും ഒരു ഷോർട്ട് ഫോം വരുന്നുണ്ട്, IAEA. ഇമ്പോർട്ടന്റ് ആണ് ഷോർട്ട് ഫോംസ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചേക്കണം കേട്ടോ. IAEA എന്ന് പറഞ്ഞ എന്താണ്? ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. IAEA. ഈ IAEA ആണ് എന്താണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ എന്താണ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് IAEA ആണ്. ഇനി IAEA എന്താണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ് പറയുന്നത്. ദ പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾ ഫ്രം ഇൻജൂറിയസ് എഫക്ട്സ് ഓഫ് എക്സ്പോഷർ ടു അയണൈസിംഗ് റേഡിയേഷൻ ആൻഡ് ദ മീൻസ് ഫോർ അറ്റാച്ചിങ് ദിസ്. എന്താണ് അയണൈസിംഗ് റേഡിയേഷൻസ്? അതായത് എക്സ്റേ, UV റൈസ്, ഗാമ റൈസ് പോലെയുള്ള റേഡിയേഷൻ അവയിൽ നിന്നുള്ള എക്സ്പോഷർ അല്ലെ, അവയുമായി സമ്പർക്കത്തിൽ വരുമ്പോ അതെന്താണ്? അവർ ആ റേഡിയേഷനുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ, അപ്പൊ റേഡിയേഷനുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ നമുക്ക് എന്താ? നമ്മൾ ഓൾറെഡി സൈഡ് എഫക്ട്സ് ഉള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതല്ലേ? അപ്പൊ റേഡിയേഷനുമായിട്ട് ഇങ്ങനെയുള്ള അയനൈസിങ് റേഡിയേഷനുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ദോഷവശങ്ങൾ അല്ലെങ്കിൽ ദോഷഫലങ്ങളിൽ നിന്നുള്ള ആളുകളുടെ സംരക്ഷണം, അതാണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്? അയണൈസിംഗ് റേഡിയേഷനുകളിൽ നിന്നുള്ള സമ്പർക്കവുമായി വരുമ്പോൾ ഉണ്ടാവുന്ന എന്താണ്? ദോഷഫലങ്ങൾ അല്ലെ? ആ റേഡിയേഷനുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന എന്താണ്? സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവുന്നത് നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അയനൈസിംഗ് റേഡിയേഷനുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ദോഷഫലങ്ങള്, ആ ദോഷഫലങ്ങളിൽ നിന്നുള്ള ആളുകളുടെ സംരക്ഷണം അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ആണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ മീൻസ് ഫോർ അറ്റാച്ചിങ് ദിസ്. ഇനി ഇത് എങ്ങനെ എന്താണ് ആ ഒരു സംരക്ഷണം ഉറപ്പാക്കാനായിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആരാണ്? IAEA എന്ന് പറയുന്ന ഒരു ഏജൻസി. എന്താണ്? ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അല്ലെങ്കിൽ IAEA ആണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്താണെന്നാണ് ഡിഫൈൻ ചെയ്തത്? ഇതൊരു സംരക്ഷണമാണ്. ആർക്കുള്ള സംരക്ഷണമാണ്? അയനൈസിംഗ് റേഡിയേഷനുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ദോഷഫലങ്ങളിൽ നിന്നുള്ള ആളുകളുടെ സംരക്ഷണം. അതുപോലെ അതിന് സ്വീകരിക്കേണ്ടതായിട്ടുള്ള എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണ്? ഒരു സംരക്ഷണ രീതിയാണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഇത് ആര് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്? IAEA, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ റേഡിയേഷൻ പ്രൊട്ടക്ഷനെ മറ്റൊരു പേര് കൂടി പറയുന്ന എന്ത് പേരാണ്? റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് കൂടി അറിയപ്പെടുന്നു. ഇനി റേഡിയേഷൻ പ്രൊട്ടക്ഷനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കി. ഒക്യുപ്പേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആൻഡ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. അതിൽ ഒക്യുപ്പേഷണൽ എന്നുള്ള വേർഡ് കൊണ്ട് തന്നെ നിങ്ങൾ എന്താ മീനിങ് ചെയ്യുന്നത്? എന്താണ് ഒക്യുപ്പേഷണൽ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ്? ഒക്യുപ്പേഷണൽ
അപ്പൊ നമ്മൾ ഒരു ഫോം ഒക്കെ എന്തെങ്കിലും ഒക്കെ ഫില്ല് ചെയ്യാനാവുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കാറില്ലേ എന്താണ് നിങ്ങളുടെ ഓക്യുപ്പേഷൻ? യെസ്, വെരി ഗുഡ്, ജോലിയാണ് അല്ലെ, നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ ഒക്യുപ്പേഷണൽ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പേരുകളിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പൊ ഒക്യുപ്പേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ആരുടെ പ്രൊട്ടക്ഷൻ ആയിരിക്കും അവിടെ? റേഡിയേഷനിൽ നിന്നുള്ള ആരുടെ സംരക്ഷണമായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? ആരുടെ ആയിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു നോക്കിയേ. ഒക്യുപ്പേഷണൽ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ജോലി, അതെ, വെരി ഗുഡ്, വർക്കേഴ്സ് അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ സംരക്ഷണമാണ് ഒക്യുപ്പേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷനിൽ വരുന്നത്. വിച്ച് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ സർക്കംസ്റ്റാൻസസ് where their exposure is directly connected with their work. അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എങ്ങനെയാണ്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് അവർ എല്ലാ ദിവസവും എന്താണ് ഈ ഒരു റേഡിയേഷനുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലെ, ഡയറക്റ്റ് ആയിട്ട് അവർ സമ്പർക്കത്തിൽ വരുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ആ സർക്കംസ്റ്റാൻസിൽ വർക്ക് ചെയ്യുന്ന ആ ഓരോ വർക്കേഴ്സിന്റെയും പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണമാണ് ഒക്യുപ്പേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷനിൽ വരുന്നത്. രണ്ടാമത് നോക്കിയേ, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. സർക്കംസ്റ്റാൻസ് പറഞ്ഞാൽ അവിടുത്തെ ആ ഒരു സാഹചര്യം. രണ്ടാമത് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഇനി മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്താണെന്ന് നോക്കിയേ, വിച്ച് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ് എക്സ്പോസ്ഡ് ടു റേഡിയേഷൻ ആസ് പാർട്ട് ഓഫ് ദെയർ ഡയഗ്നോസിസ് ഓർ ട്രീറ്റ്മെന്റ്. അപ്പൊ മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അത് ആരുമായി ബന്ധപ്പെട്ടതായിരിക്കും? ആരുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് പറഞ്ഞേ. മെഡിസിൻസ് ആണ്, ശരിയാണ്. മെഡിസിൻസ് ആരാ എടുക്കുന്നത്? ഹോസ്പിറ്റലില് പേഷ്യൻസ് അല്ലെ. അപ്പൊ രണ്ടാമത്തെ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആരുമായി ബന്ധപ്പെട്ടതാണ്? അവിടെ വരുന്ന പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് പേഷ്യൻസ് ഈ റേഡിയേഷനുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നത് എങ്ങനെയായിരിക്കാം? ഒന്നില്ലെങ്കിൽ അവരുടെ രോഗനിർണയത്തിന് വേണ്ടിയിട്ട് അവരെന്താണ് എക്സ്റേയോ സ്കാനിങ്ങുകളോ ഒക്കെ ചെയ്യാൻ വരുന്നുണ്ടാവും അല്ലെ. അതാണ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. രോഗനിർണയത്തിന് ആവശ്യമായിട്ട് അവര് എന്താണ് റേഡിയേഷൻസ് പോലെയുള്ളവരുമായിട്ട് എക്സ്പോഷർ അല്ലെങ്കിൽ സമ്പർക്കത്തിൽ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണ്? അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ക്യാൻസർ പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് റേഡിയേഷൻ തെറാപ്പികൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ചികിത്സയുടെ ഭാഗമായിട്ട് അവര് റേഡിയേഷനുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണമാണ് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷനിൽ വരുന്നത്. ഇപ്പൊ രണ്ടെണ്ണം ക്ലിയർ ആയോ? ഒക്യുപ്പേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എന്തുമായിട്ടുള്ളതാണ്? അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ പ്രൊട്ടക്ഷൻ ആണ് പറയുന്നത്. അവരെന്താണ് ഡയറക്ട്ലി ആ ഒരു റേഡിയേഷനുമായിട്ട് എക്സ്പോഷർ അല്ലെങ്കിൽ സമ്പർക്കത്തിൽ വരുന്ന ആളുകളാണ്. അപ്പൊ അവരുടെ ആ ഒരു പ്രൊട്ടക്ഷൻ ആണ്, അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ പ്രൊട്ടക്ഷൻ ആണ് ഒക്യുപ്പേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷനിൽ വരുന്നത്. രണ്ടാമത് വരുന്നത് ഏതാ? മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷനിലാണെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസിന്റെ അല്ലെ, അവരെങ്ങനെയാണ് ആ ഒരു റേഡിയേഷനുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നത്? ഒന്നില്ലെങ്കിൽ അവരുടെ ആ ഒരു ഡയഗ്നോസിസിന്റെ അല്ലെങ്കിൽ രോഗനിർണയത്തിന്റെ ഭാഗമായിട്ട് വരാം, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ചികിത്സയുടെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഡയഗ്നോസ് ചെയ്യുന്നതാണ് അവിടെ റേഡിയേഷനുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻ ആണ് ഇവിടെ മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷനിൽ പറയുന്നത്. തേർഡ് നോക്കിയേ, പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. മൂന്നാമതായിട്ട് വരുന്നതാണ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ വിച്ച് ഇസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക് ആൻഡ് ഓഫ് ദ പോപ്പുലേഷൻ ഇൻ ജനറൽ. അതിന്റെ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാവുന്ന കാര്യമുള്ളൂ. ആർക്ക് വേണ്ടിയിട്ടുള്ള റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആണത്? പബ്ലിക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക്. അതെ അതെ, പബ്ലിക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക്. അതായത് പോപ്പുലേഷൻ, ഒരു പോപ്പുലേഷൻ ഒരു ജനസംഖ്യ മൊത്തത്തില് അല്ലെന്നുണ്ടെങ്കിലോ അതിലുള്ള ഓരോ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിനും എന്ത് ചെയ്യണം? ആ റേഡിയേഷനിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണം ആവശ്യമാണ്. അങ്ങനെയുള്ള ആ ഒരു സംരക്ഷണത്തെയാണ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷനിൽ പറയുന്നത്. അപ്പൊ മൂന്ന് റേഡിയേഷൻ പ്രൊട്ടക്ഷനുകളെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്ത് അല്ലെങ്കിൽ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒക്യുപ്പേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ നമ്മൾ പറഞ്ഞ അവിടുത്തെ വർക്കേഴ്സിന്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ പ്രൊട്ടക്ഷൻ ആണ്. മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാലോ അവിടെ ട്രീറ്റ്മെന്റിന് അല്ലെങ്കിൽ രോഗനിർണയത്തിനായിട്ട് വരുന്ന പേഷ്യൻസിന്റെ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആണ്. ഇനി പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആണെങ്കിലോ ആ നമ്മുടെ പോപ്പുലേഷൻ അല്ലെങ്കിൽ പോപ്പുലേഷനിലുള്ള ഓരോ ഇൻഡിവിജ്വൽസിനെയും എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിനെയാണ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ മൂന്ന് ക്ലാസിഫിക്കേഷൻ നമുക്ക് മനസ്സിലായില്ലേ?
നെക്സ്റ്റ് നോക്കിയേ, മെഷേഴ്സ് ടു ബി ടേക്കൺ ഫോർ പ്രൊട്ടക്ഷൻ. ഇനി ഈ പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞത് മാത്രം കാര്യമല്ലോ ഇല്ല, അതെങ്ങനെയാണ് അവർക്ക് ആ ഒരു എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവർക്ക് മുൻകൈ എടുത്ത് ചെയ്യേണ്ടത്, ഈ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് നോക്കിയേ. അതിൽ ആദ്യത്തേത് ഫോർ പബ്ലിക് എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതൊന്ന് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഫോർ പേഷ്യന്റ് എന്നാക്കണം കേട്ടോ, അത് പേഷ്യന്റ്, ഫോർ പേഷ്യന്റ് എന്നാക്കണേ, ഫോർ പബ്ലിക് അല്ല, ഫോർ പേഷ്യന്റ് കേട്ടോ. പേഷ്യന്റ് ആണ്, പേഷ്യന്റിന്റെ കാര്യമാണ് കേട്ടോ ആദ്യം പറയുന്നത്. എല്ലാത്തിനും ഒരു പേഷ്യന്റ്, അതുപോലെ സ്റ്റാഫ് ആൻഡ് പബ്ലിക്, നമ്മൾ ആ 3 റേഡിയേഷൻ പ്രൊട്ടക്ഷൻ പഠിച്ചില്ലേ, അതിന്റെ പോലെ തന്നെ അതേ സെയിം ഇതിൽ തന്നെയാണ് ഇവിടെയും പറയുന്നത്. 3 വിഭാഗമായിട്ട് തിരിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വരുന്നത് പേഷ്യന്റിന്റെയാണ് കേട്ടോ. പേഷ്യന്റിന് പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ട് എന്തൊക്കെ മെഷേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ് പോയിന്റ് നോക്കി, ഒപ്റ്റിമൈസേഷൻ ഓഫ് എക്സ്റേ ഓർ CT ഡോസ്. ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തമമായ അല്ലെങ്കിൽ കൃത്യമായ എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. ഒപ്റ്റിമൈസേഷൻ ഓഫ് എക്സ്റേ ഓർ CT ഡോസ് എന്ന് പറയുന്നത് എന്താണ്? പേഷ്യൻസ്, അവിടെ പേഷ്യൻസിനെ എന്താണ് ഇപ്പൊ എക്സ്റേയോ മറ്റ് സ്കാനിങ്ങുകളോ ഒക്കെ ചെയ്യാൻ കൊണ്ടുവരുമ്പോ അവർക്ക് കൊടുക്കുന്ന ആ ഒരു ഡോസ് റേഡിയേഷൻ ലഭിക്കുമല്ലോ. അവർക്ക് ആ ഒരു സ്കാനിങ്ങോ എക്സ്റേ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും അവിടെ എന്താണ് റേഡിയേഷൻസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ റേഡിയേഷൻസ് കൊടുക്കുമ്പോ എക്സ്റേ ആയിക്കോട്ടെ CT ആയിക്കോട്ടെ അവിടെ കൊടുക്കുന്ന ആ ഒരു ഡോസ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് കൊടുക്കണം എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. എന്താണ് അവിടെ എന്താണ് ചിലപ്പോ മെഷീൻസിനൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഡോസ് കൊടുക്കുന്നതിൽ വ്യത്യാസങ്ങൾ വരാം അല്ലെ. അപ്പൊ ആ ഒരു കൊടുക്കുന്ന ആ ഒരു കൃത്യമായിട്ടുള്ള അളവിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ആദ്യത്തെ പോയിന്റിൽ വരുന്നത്. രണ്ടാമത് പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കാനുള്ള രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു നോക്കി, ഷീൽഡിംഗ് ഓഫ് പേഷ്യന്റ് പാർട്സ്. ഷീൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കവചം അല്ലെ, കവചം കൊടുക്കുക അല്ലെങ്കിൽ സംരക്ഷണം എന്നുള്ള മീനിങ് വരും കേട്ടോ. അപ്പൊ പേഷ്യന്റ് പാർട്സ് ഇപ്പൊ നമ്മൾ എക്സ്റേ ഒക്കെ ചെയ്യാൻ പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അറിയാം, ഇപ്പൊ നമ്മളെ കൈക്കാണ് എക്സ്റേ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ക്ലോത്ത് തന്നിട്ട് നമുക്ക് അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു നമ്മൾ മറച്ചു വെക്കില്ലേ. ഇപ്പൊ കൈന്റെ ആണോ അല്ലെങ്കിൽ കാലിന്റെ ആണോ അല്ലെങ്കിൽ ബാക്ക് സൈഡ് ആണ് നമ്മുടെ ഒരു എക്സ്റേ എടുക്കുന്നതെങ്കിൽ, നട്ടലിന്റെ ആണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു ഭാഗം മാത്രം ഓപ്പൺ ആക്കി വെച്ചിട്ട് മറ്റു ഭാഗങ്ങൾ എന്ത് ചെയ്യും, കവർ ചെയ്ത് വെക്കും അല്ലെ. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് റേഡിയേഷൻസ് അത്രയധികം എഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എന്ത് ചെയ്യുന്നത്, പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കവർ ചെയ്ത് വെക്കുന്നത്. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. അപ്പൊ എന്താണ്, ആ ഒരു ഭാഗത്ത് എവിടെയാണോ എക്സ്റേ അല്ലെങ്കിൽ എവിടെയാണോ ആ പ്രൊസീജിയർ ചെയ്യുന്നത് ആ ഭാഗം മാത്രം തുറന്ന് ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് മറ്റു ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു, കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്നു. അതാണ് ഷീൽഡിംഗ് ഓഫ് പേഷ്യന്റ് പാർട്സ് എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ് നോക്കിയേ, പീരിയോഡിക് കാലിബ്രേഷൻ ഓഫ് മെഷീൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. എന്താണ് കാലിബ്രേഷൻ? കൃത്യത നിർണ്ണയിക്കുക. കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ കൃത്യത നിർണ്ണയിക്കുക. അപ്പൊ അവിടെ പീരിയോഡിക് അല്ലെങ്കിൽ ആനുകാലികമായിട്ട് ഓരോ മെഷീൻസിന്റെയും അവരുടെ ഉള്ള മെഷീൻസിന്റെ കൃത്യത, അതിന്റെ കറക്റ്റ് ആയിട്ടാണോ മെഷീൻസ് വർക്ക് ചെയ്യുന്നത്, അത് കൃത്യതയുള്ള അല്ലെങ്കിൽ അവിടെ വരുന്ന റിസൾട്ടുകൾ വളരെ കൃത്യമായിട്ടാണോ, അവിടെ കൊടുക്കുന്ന ഡോസുകൾ വളരെ കൃത്യമായിട്ടാണോ കൊടുക്കുന്നത്, അതുപോലെ ആ മെഷീന്റെ സർവീസ് അല്ലെങ്കിൽ ആ മെഷീൻ കൊടുക്കുന്ന ആ ഒരു സേവനം വളരെ ക്വാളിറ്റി ഉള്ളതാണോ, അതിന്റെ ആ എന്താണ് ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഗുണനിലവാരം എന്ത് ചെയ്യണം, നിയന്ത്രിക്കുക എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാം, പേഷ്യൻസിന്റെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം എന്താ, മെഷീൻസ് അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ മെഷീൻസിലുമാണ് നമ്മുടെ ആ ഒരു റേഡിയേഷൻ ഇരിക്കുന്നത് അല്ലെ. അപ്പൊ ആ മെഷീൻസിന് എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, അവിടെ കൊടുക്കുന്ന ഡോസുകളിൽ വ്യത്യാസം വരും, അവിടെ കിട്ടുന്ന ആ ഒരു റിസൾട്ടുകളിൽ വ്യത്യാസം വരും. അപ്പൊ എന്താണ്, അവിടെ ആ ഒരു കൃത്യത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ആക്യുറസി അത് എന്താണ് നഷ്ടപ്പെടുന്നു അല്ലെ. അതുപോലെ തന്നെ ആ ഒരു സേവനത്തിന്റെ ക്വാളിറ്റിയും നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ പീരിയോഡിക് അല്ലെങ്കിൽ ആനുകാലികമായിട്ട് ഓരോ മെഷീൻസിന്റെയും വർക്ക് ചെയ്യുന്ന ഓരോ മെഷീൻസിന്റെയും കാലിബ്രേഷൻ അല്ലെങ്കിൽ കൃത്യത നിർണ്ണയിക്കുക, അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു ഗുണനിലവാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളതും നിയന്ത്രിക്കുക. രണ്ടാമത്തെ ലാസ്റ്റ് പോയിന്റ് നോക്കി, റെഡ്യൂസ് ദ ടൈം സ്പെൻഡ് നിയർ ദ എക്സ്റേ സോഴ്സ്. എക്സ്റേ സോഴ്സ് എന്ന് പറഞ്ഞാൽ ആ എക്സ്റേയുടെ എടുക്കുന്ന ആ ഒരു ഉറവിടം, നമ്മളിപ്പോ ഒരു എക്സ്റേ എടുക്കാനായിട്ട് നമ്മൾ ആ ഒരു റൂമിൽ കയറി എന്ന് വിചാരിക്കുക. അപ്പൊ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എക്സ്റേ പ്രൊസീജിയർ ഉടനെ തന്നെ എന്ത് ചെയ്യണം, ആ പേഷ്യൻസിന് ആ പ്രൊസീജിയർ ഉടനെ തന്നെ എടുത്ത് ഉടനെ തന്നെ ആ പേഷ്യൻസിന് ആ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ റൂമിൽ നിന്ന് എന്ത് ചെയ്യണം, മാറ്റണം. അപ്പൊ ആ ഒരു എക്സ്റേ സോഴ്സ് അല്ലെങ്കിൽ ആ റേഡിയേഷൻ വരുന്ന ആ ഒരു ഏരിയയിൽ നിന്നും ഏരിയയില് ഒത്തിരി സമയം
സ്പെൻഡ് ചെയ്യാനായിട്ട് അവരെ അനുവദിക്കരുത്. എന്ത് ചെയ്യുക, ആ ഒരു പ്രൊസീജിയർ കഴിഞ്ഞ ഉടനെ തന്നെ അവർ ആ ഒരു റൂമിൽ നിന്നും മാറ്റുകയാണ് വേണ്ടത്. ഒത്തിരി സമയം ആ ഒരു എക്സ്റേ സോഴ്സിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു റേഡിയേഷൻ വരുന്ന ആ ഒരു സോഴ്സിന്റെ അടുത്ത് ഒത്തിരി സമയം അവരെ സ്പെൻഡ് ചെയ്യാതിരിക്കാനായിട്ട് അതിന്റെ ആ സമയം എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ വഴി നമുക്ക് എന്താണ് പേഷ്യൻസിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് പറഞ്ഞ എന്താണ്, എക്സ്റേയോ CT ഡോസോ ഒക്കെ കൊടുക്കുന്നതിന്റെ അളവ് എങ്ങനെയായിരിക്കണം, വളരെ കൃത്യമായിട്ടുള്ള അളവില് കൊടുക്കുക. രണ്ടാമത്തെ പറഞ്ഞില്ല, പേഷ്യൻസിന്റെ ഓരോ ഭാഗങ്ങളും എന്ത് ചെയ്യുക, എക്സ്റേ അതുപോലെ എവിടെയാണോ ചെയ്യുന്നത് ആ പ്രൊസീജിയർ ചെയ്യുന്ന ഭാഗം എവിടെയാണോ ആ ഭാഗം മാത്രം ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് മറ്റു ഭാഗങ്ങള് റേഡിയേഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കവർ ചെയ്ത് അല്ലെങ്കിൽ കവചം ഉണ്ടാക്കുക അല്ലെങ്കിൽ കവർ ചെയ്ത് സൂക്ഷിക്കുക. തേർഡ് പോയിന്റ് എന്താ പറഞ്ഞത്, മെഷീൻസ്, അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ മെഷീൻസിന്റെയും ആനുകാലികമായിട്ടുള്ള അതിന്റെ കൃത്യത നിർണ്ണയിക്കുകയും അതുപോലെ തന്നെ ക്വാളിറ്റി, അവിടുത്തെ ഗുണനിലവാരം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്, എക്സ്റേ സോഴ്സ്, ആ എക്സ്റേ റേഡിയേഷൻ വരുന്ന ആ ഒരു സോഴ്സുമായിട്ട് ഈ പേഷ്യന്റിന്റെ സമ്പർക്കം അല്ലെങ്കിൽ ആ പേഷ്യന്റ് സ്പെൻഡ് ചെയ്യുന്ന സമയം എന്ത് ചെയ്യുക, കുറയ്ക്കുക. ഇത്രയും പോയിന്റ്സ് വഴി നമുക്ക് പേഷ്യൻസിനുള്ള സംരക്ഷണം കൊടുക്കാനായിട്ട് സാധിക്കും. ഇത്രയും പോയിന്റ്സ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് നോക്കി, ഫോർ സ്റ്റാഫുകൾ, ഇവിടെ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകൾക്കും എങ്ങനെ നമുക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാം. ആ 4 പോയിന്റ്സ്, എല്ലാത്തിലും 4 പോയിന്റ്സ് വീതമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ സ്റ്റാഫുകൾക്ക് എന്തൊക്കെ പ്രൊട്ടക്ഷൻ ആണ് കൊടുക്കാൻ പറ്റുന്നത് നോക്കി. ആഡിക്വേറ്റ് ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 3 meter ബിറ്റ്വീൻ മെഷീൻ ആൻഡ് കൺട്രോൾ പാനൽ. അപ്പൊ ഇപ്പൊ എക്സ്റേ എടുക്കാൻ പോയവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ എക്സ്റേ എടുക്കുന്ന ആ ഒരു മെഷീനും അവിടെ ആ മെഷീൻ പ്രവർത്തിപ്പിക്കുന്ന ആ ഒരു ഏരിയയാണ് കൺട്രോൾ പാനൽ എന്ന് പറയുന്നത്. അപ്പൊ ആ എക്സ്റേ എടുക്കുന്ന മെഷീൻ ഉണ്ടാവും. ആ മെഷീനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പേഷ്യന്റിനെ കിടത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുന്നത് വേറൊരു സ്ഥലത്തായിരിക്കും അല്ലെ. അതിന്റെ കൺട്രോൾ പാനൽ എന്ന് പറയുന്നത് മറ്റൊരാൾ അതിനെ കൺട്രോൾ ചെയ്ത് ഏതാണ് ഏതൊക്കെ പൊസിഷനിലാണ് എടുക്കേണ്ടത്, അതുപോലെ എത്ര എണ്ണം എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺട്രോൾ പാനൽ ഉണ്ടാവുമല്ലോ. ആ കൺട്രോൾ പാനലിൽ നിയന്ത്രിക്കുന്നത് ആരായിരിക്കും, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളായിരിക്കും അല്ലെ. അപ്പൊ ആ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ നിൽക്കുന്ന ആ ഒരു കൺട്രോൾ പാനലും അതുപോലെ തന്നെ നമ്മുടെ ആ എക്സ്റേ ആണെങ്കിൽ എക്സ്റേ എടുക്കുന്ന ആ ഒരു മെഷീൻ ഉണ്ടാവുമല്ലോ, ആ മെഷീനും തമ്മിലുള്ള ഒരു അകലം എത്രയായിരിക്കണം എന്നാണ് പറയുന്നത്, മതിയായിട്ടുള്ളൊരു അകലം അവിടെ പാലിച്ചിരിക്കണം. എത്ര മീറ്റർ എങ്കിലും വേണം, 3 meter എങ്കിലും ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടതാണ്. എന്ത് തമ്മിലാണ്, അവിടെ വർക്ക് ചെയ്യുന്ന ആ മെഷീനും കൺട്രോൾ പാനലും തമ്മിൽ മതിയായിട്ടുള്ള ഒരു അകലം എപ്പോഴും പാലിച്ചിരിക്കണം. അറ്റ്ലീസ്റ്റ് 3 meter ഡിസ്റ്റൻസ് എങ്കിലും ഉണ്ടായിരിക്കണം. രണ്ടാമത് പറഞ്ഞ എന്താ, ലീഡ് ഏപ്രൺ. ഏപ്രൺ എന്ന് പറഞ്ഞാൽ അറിയോ, ലീഡ് എന്ന് പറഞ്ഞാൽ ധരിക്കുക എന്നാട്ടോ, ധരിക്കുക. ഏപ്രൺസ് കണ്ടിട്ടില്ലേ, നമ്മളിപ്പോ ഏപ്രൺസ് ഒക്കെ നമ്മളിപ്പോ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുമ്പോ ആണെങ്കിലും ഏപ്രൺസ് ഇടാറില്ലേ. അതുപോലെ എന്താണ്, ഗ്ലൗസുകള് യൂസ് ചെയ്യുക, ഏപ്രൺസ് ധരിക്കുക, അതുപോലെ ഗ്ലൗസുകള്. ഗൂഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താ, കണ്ണടകള്. ഗൂഗിൾസ് കണ്ണടകളാണ് കേട്ടോ, അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഗൂഗിൾസ് എന്ന് പറഞ്ഞാൽ കണ്ണടകള്. ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പൊസിഷനിങ് ദ പേഷ്യന്റിനെ എന്ത് ചെയ്യുന്നു, ഇപ്പൊ എക്സ്റേ എടുക്കാനോ സ്കാനിങ് ചെയ്യുമ്പോഴൊക്കെ എന്താണ് അവരെ പൊസിഷൻ ചെയ്യണം അല്ലെ. ശരിയായ സ്ഥലങ്ങളിൽ അവരെ എന്ത് ചെയ്യുന്ന പൊസിഷനിൽ കിടത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പൊസിഷൻ ചെയ്യുന്ന സമയത്ത് കൂടി സമയത്തൊക്കെ എന്താണ്, അവർ ആ ഒരു റൂമിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള ഏപ്രണുകള്, അതുപോലെ ഗ്ലൗസുകള്, ഗൂഗിൾസ് അല്ലെങ്കിൽ കണ്ണടകളൊക്കെ ധരിച്ച് വേണം എന്ത് ചെയ്യാൻ ആ ഒരു റൂമില് ആ പേഷ്യന്റുമായിട്ട് ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിനെ പൊസിഷൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവരങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ധരിച്ചിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് നോക്കി, യൂസേജ് ഓഫ് പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസസ്. എന്താണ്, അവിടെ വർക്ക് ചെയ്യുന്ന പേഴ്സണൽസ് എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകളിലും എത്രത്തോളം ആ ഒരു റേഡിയേഷൻസ് അല്ലെങ്കിൽ ആ ഒരു റേഡിയേഷൻ യൂസേജ് അവർക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് TLD അല്ലെങ്കിൽ തെർമോലൂമിനസെന്റ് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. ഡോസിമീറ്റർ ചോദിക്കാറുണ്ട് എക്സാമിന്. TLD അല്ലെങ്കിൽ തെർമോലൂമിനസെന്റ് ഡോസിമീറ്റർ. അങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം, ഡോസിമീറ്റർ എന്ന് വിളിക്കാം. ഈ TLD അല്ലെങ്കിൽ തെർമോലൂമിനസെന്റ് ഡോസിമീറ്റർ എന്നുള്ളത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഡോസിമീറ്റർ എന്നാണ് നമ്മളെല്ലാം വിളിക്കുന്നത്. ആ ഡോസിമീറ്റർ ഈസ് ആൻ ഇൻസ്ട്രുമെന്റ്. എന്താണ് ഡോസിമീറ്റർ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇറ്റ്സ് ആൻ ഇൻസ്ട്രുമെന്റ്
that measures exposure to ionizing radiation over a given period. എന്താണ് ഒരു ഡോസിമീറ്റർ എന്ന് പറയുന്നത്? ഒരു given period അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവില് അയനൈസിംഗ് റേഡിയേഷനുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന, അപ്പൊ അവിടുത്തെ സ്റ്റാഫുകളുടെ കാര്യമല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ ഒരു given period അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്ത് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് എത്രത്തോളം അയനൈസിംഗ് റേഡിയേഷനുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഡോസിമീറ്റർ എന്ന് പറയുന്നത് ഇതൊരു അവിടുത്തെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് എത്രത്തോളം ഈ റേഡിയേഷനുമായിട്ട് യൂസേജ് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു ഡിവൈസ് ആണ്. അതിന് എന്താണ് ശരിക്കുമുള്ള പേര്? TLD അല്ലെങ്കിൽ തെർമോ ലൂമിനസെന്റ് ഡോസിമീറ്റർ എന്നാണ്. എന്നാൽ നമുക്ക് ഷോർട്ട് ആക്കി എന്താണ് വിളിക്കുന്നത്? ഡോസിമീറ്റർ എന്ന് മാത്രമാണ് വിളിക്കുന്നത്. ഇനി എന്താണ് ഡോസിമീറ്റർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ഇതിന്റെ ഇൻസ്ട്രുമെന്റ് that measures exposure to ionizing radiation over a given period. ഒരു നിശ്ചിത കാലയളവില് അയനൈസിങ് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് എത്രത്തോളം അയനൈസിങ് റേഡിയേഷനുമായിട്ട് എക്സ്പോഷർ ആയി അല്ലെങ്കിൽ സമ്പർക്കത്തിൽ വന്നു എന്നുള്ള കാര്യങ്ങൾ മെഷർ ചെയ്യാനായിട്ട് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. ഇനി അങ്ങനെയുള്ള ഡോസിമീറ്ററുകളൊക്കെ ഉപയോഗിക്കുക. നെക്സ്റ്റ് നോക്കിയേ, മോണിറ്ററിംഗ് റേഡിയേഷൻ എക്സ്പോഷർ എവറി മന്ത്. ഓരോ മാസവും എത്രത്തോളം റേഡിയേഷൻ എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മോണിറ്റർ ചെയ്യുക അല്ലെങ്കിൽ നിരീക്ഷിക്കുക. ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് സ്റ്റാഫുകളുടെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്താൻ പറ്റും. എന്തൊക്കെയാണ്? അഡിക്വേറ്റ് ഡിസ്റ്റൻസ്, അവിടെ എന്ത് തമ്മിലാണ്? അവിടെ ഉപയോഗിക്കുന്ന ആ മെഷീനും ആ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു കൺട്രോൾ പാനലും തമ്മിൽ ഒരു 3 മീറ്ററെങ്കിലും അത്യാവശ്യമാണ് എന്താണ് ആവശ്യമായിട്ടുള്ള ഒരു മതിയായ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരിക്കണം. എത്രയെങ്കിലും വേണം എന്നാണ് പറയുന്നത്? 3 മീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെ ഡിസ്റ്റൻസ് ഇടുമ്പോൾ എന്താണ് അവിടെ ആ ഒരു മെഷീനിൽ നിന്ന് വരുന്ന എക്സ്റേസിന്റെ ആ ഒരു അല്ലെങ്കിൽ എക്സ്റേസോ അല്ലെങ്കിൽ ആ ഒരു റേഡിയേഷൻസ് എന്താണ് ഇവർക്ക് എത്താനായിട്ട് എന്താണ് കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ അത്രയധികം പെട്ടെന്ന് അല്ലെങ്കിൽ അത്രയും റേഡിയേഷൻ കൂടുതലായിട്ട് അവർക്ക് എഫക്ട് ചെയ്യുന്നതിൽ നിന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതാണ് ആദ്യത്തെ പോയിന്റ് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ എന്താ? ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകളും ആ പേഷ്യൻസിനെ പൊസിഷനിങ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിനെ ശരിയായ രീതിയിൽ കിടത്താനൊക്കെ അവർ തന്നെയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ എന്ത് ധരിച്ചിരിക്കണം എന്നാണ് പറഞ്ഞത്? ഏപ്രൺസ്, ഗ്ലൗസുകള്, അതുപോലെ ഗൂഗിൾസ് പോലെ അതെന്താണ് കണ്ണടകൾ പോലെയുള്ള പ്രൊട്ടക്ഷന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ധരിച്ചിരിക്കണം. നെക്സ്റ്റ് പറഞ്ഞ എന്താ? ഡോസിമീറ്റേഴ്സ്. ഡോസിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകളുടെയും എത്രത്തോളം റേഡിയേഷൻ യൂസേജ് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഡോസിമീറ്റർ. ഇനി സിമ്പിൾ ആയിട്ട് ഡോസിമീറ്റർ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒരു ഉപകരണമാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഒരു ഗിവൺ പീരീഡിൽ ഒരു നിശ്ചിത കാലയളവില് ഒരു അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകളും അയനൈസിങ് റേഡിയേഷനുമായിട്ട് എത്രത്തോളം സമ്പർക്കത്തിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയാൽ ഡോസിമീറ്റേഴ്സ് അവിടെ ഘടിപ്പിച്ചിരിക്കണം, ഡിസ്പ്ലേ ചെയ്തിരിക്കണം. നെക്സ്റ്റ് നോക്കിയേ, മോണിറ്ററിംഗ് റേഡിയേഷൻ എക്സ്പോഷർ എവറി മന്ത്. ഓരോ മാസവും എത്രത്തോളം റേഡിയേഷൻ എക്സ്പോഷർ ഇവർക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുക. ഇത്രയും കാര്യങ്ങൾ വഴി നമ്മൾ സ്റ്റാഫുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാം. നെക്സ്റ്റ് ആരാണ്? ഫോർ പബ്ലിക് അല്ലെ. പബ്ലിക്കിന് എങ്ങനെ പ്രൊട്ടക്ഷൻ കൊടുക്കാം നോക്കി. ഫസ്റ്റ് പോയിന്റ്, അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ജനറൽ ട്രാഫിക്. നമ്മൾ ഓൾറെഡി പറഞ്ഞു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ സ്ഥാപിക്കേണ്ടത് എവിടെയാണ്? എപ്പോഴും എന്താണ് മറ്റു ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലാണോ വെക്കേണ്ടത്? ആണോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? എവിടെയാണ് ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ വെക്കേണ്ടത്? മറ്റു ഡിപ്പാർട്ട്മെന്റുകൾക്കൊന്നും ഇടയിൽ വെക്കരുത് അല്ലെ. എന്താണ്? ഒരു പ്രത്യേകമായിട്ടുള്ള സ്ഥലത്ത് എന്താണ് എല്ലാവരും അത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇടത്ത് വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താണ് ജനറൽ ട്രാഫിക് എന്ന് പറഞ്ഞാൽ എന്താ? പൊതു തിരക്കുകൾ അല്ലെ. പൊതു തിരക്കുകൾ ഉള്ള ഏരിയയിൽ നിന്നും മാറ്റി. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇപ്പൊ OPയും എന്താണ് കൺസൾട്ടേഷൻ റൂമുകളും അങ്ങനെയുള്ള രജിസ്ട്രേഷൻ ഏരിയ മറ്റും അല്ലെ റിസപ്ഷൻ ഏരിയ അങ്ങനെയുള്ള എമർജൻസി ഏരിയ അങ്ങനെയുള്ള കാര്യങ്ങൾ ഭാഗത്തൊക്കെ ഒത്തിരി തിരക്കുകളുള്ള ഏരിയകളായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഏരിയയിൽ നിന്നും
ഒക്കെ മാറി എന്ത് ചെയ്യണം, പൊതുതിരക്കുകൾ ഇല്ലാത്ത ഒരു ഏരിയ നോക്കിയായിരിക്കണം ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ വെക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എന്താണ്, ജനറൽ ട്രാഫിക് അല്ലെങ്കിൽ പൊതുവായിട്ട് തിരക്കുകൾ ഉണ്ടാവുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് അകലം പാലിച്ചതാണ് അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. കുറച്ച് അകലം പാലിച്ചായിരിക്കണം ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ വെക്കേണ്ടത്. അപ്പൊ എന്താണ്, അവിടെ റേഡിയേഷനുകൾ പുറത്തേക്ക് വന്നാൽ പോലും പെട്ടെന്ന് എന്താ ഒത്തിരി ആളുകളിലേക്ക് അത് അഫക്ട് ചെയ്യാതിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് പൊതുവായിട്ടുള്ള തിരക്കുകളുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒഴിവാക്കി കുറച്ച് അകലത്തില് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കുന്നത്. രണ്ടാമത്തേത് നോക്കിയാൽ അപ്പൊ നമുക്ക് പബ്ലിക്കിൽ ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റില്ലേ, അങ്ങനെ ഒരു സംരക്ഷണം കൊടുക്കാൻ പറ്റും. രണ്ടാമത്തേത് നോക്കിയാൽ യൂസ് വാർണിംഗ് ബോർഡ്സ് അല്ലെ, മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുക. അതുപോലെ തന്നെ അതൊപ്പം തന്നെയുള്ളതാണ് യെല്ലോ ഗ്ലോ സൈൻസ് ഫോർ റേഡിയേഷൻ ഏരിയ. ഇവിടെ നോക്കി നിങ്ങൾ ഇങ്ങനെയുള്ള ബോർഡുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഇനി പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കോഷൻ എന്താണ്, ജാഗ്രത വേണം, എന്താണ് അവിടെ ഒരു ഹൈ റേഡിയേഷൻ ഏരിയയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള സൈനുകള്, അതുപോലെ തന്നെ വാർണിംഗ് ബോർഡ്സ് ഒക്കെ കാണും അല്ലെ. റേഡിയേഷൻ ഏരിയയാണ്, അങ്ങോട്ട് പോവാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ റേഡിയേഷൻസ് പുറപ്പെടുവിക്കുന്നുണ്ട്. ഹൈ റേഡിയേഷൻസ് ആണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആളുകൾക്ക് ബോധ്യപ്പെടാൻ അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്താണ് ഇങ്ങനെയുള്ള വാർണിംഗ് ബോർഡ്സുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സൈൻ ബോർഡുകൾ, ഇങ്ങനെയുള്ള യെല്ലോ കളറിലൊക്കെ അട്രാക്റ്റീവ് ആയിട്ട് പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കളറുകളിലൊക്കെയുള്ള ബോർഡുകളാണ് കൂടുതലും കൊടുക്കുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്, ആ റേഡിയോളജി ഏരിയ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമില്ല, അവിടെ റേഡിയേഷൻസ് ആണ് വരുന്നത്, അപ്പൊ നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് പോവണ്ട. അപ്പൊ ആളുകൾക്ക് എന്താണ്, അത് അങ്ങോട്ട് പോയി ആ ഒരു റേഡിയേഷൻ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുന്നറിയിപ്പാണ് ഇവിടെ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അതിൽ നിന്നും നമുക്ക് പബ്ലിക്കിന്റെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ, അല്ലെങ്കിൽ ഒരു സംരക്ഷണം കൊടുക്കാൻ പറ്റില്ലേ. ലാസ്റ്റ് പോയിന്റ് നോക്കി, ഇറ്റ് ഈസ് ഓൾസോ നീഡഡ് ദാറ്റ് വാർണിംഗ് ലൈറ്റ്സ് ആർ ക്ലിയർലി സീൻ. ഇപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലിൽ എക്സ്റേ എടുക്കാൻ പോയവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ എക്സ്റേ റൂമുകളുടെ ഒക്കെ മുകളിലായിട്ട് ഫ്രണ്ടിലെ ഡോറിന്റെ മുകളിലായിട്ട് ഒരു റെഡ് ബൾബ് കത്തിക്കിടക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള് ആരെങ്കിലും? യെസ്, ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും റെഡ് ലൈറ്റ് കത്തും. എപ്പോഴാണ് അത് റെഡ് ലൈറ്റ് കത്തുക? എപ്പോഴും ഫുൾ ടൈം കത്തിക്കിടക്കോ ആ റെഡ് ലൈറ്റ്? അതെ, ആ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെ. വെരി ഗുഡ്, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ്. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. എന്താണ്, ഇറ്റ് ഈസ് ഓൾസോ നീഡഡ് വാർണിംഗ് ലൈറ്റ്സുകൾ, അതായത് റെഡ് കളറുള്ള വാർണിംഗ് ലൈറ്റ്സുകൾ കൊടുക്കും. അതെന്ത് ചെയ്യും, ക്ലിയർലി നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഇറ്റ് ലിറ്റ്, എന്ത് ചെയ്യും, പ്രകാശിക്കും അല്ലെ. when the X-ray machine behind the leader door is discharging radiation അല്ലെ. അവിടെ റേഡിയേഷൻസ് അല്ലെങ്കിൽ ആ ഒരു എക്സ്റേ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, ആ ഒരു ലൈറ്റ് കത്തിക്കിടക്കും, ആ ഒരു റെഡ് കളർ ബൾബ് കത്തിക്കിടക്കും. എന്തിനു വേണ്ടിയിട്ടാ, പുറത്തിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എന്ത്, ആ റൂമിനുള്ളില് എക്സ്റേ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ നടക്കുന്നുണ്ട്. അവിടെ എന്തുണ്ടാവുന്നുണ്ട്, റേഡിയേഷൻസ് ഡിസ്ചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ റേഡിയേഷൻസ് പുറന്തള്ളുന്നുണ്ട് ആ ഒരു പ്രൊസീജിയർ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവനെ അത് എന്തിനു വേണ്ടിയിട്ടാ മറ്റുള്ളവരെ അത് ബോധ്യപ്പെടുത്തുന്നത്, അങ്ങനെ ഉള്ളിൽ അങ്ങനെ ഒരു പ്രൊസീജിയർ നടക്കുന്നുണ്ട് എന്നുള്ളത്. ടു പ്രിവെന്റ് അൺഇന്റൻഷണൽ എൻട്രി ഇൻ ടു ദ റൂം വിത്തൗട്ട് വെയറിംഗ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. എന്താണ് അൺഇന്റൻഷണൽ എന്ന് പറയുന്നത്? എന്താണ് അൺഇന്റൻഷണൽ എന്ന് പറയുന്ന കാര്യം? എന്താണ്, അബദ്ധവശാൽ അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാത്ത. ഇപ്പൊ ആരെങ്കിലും ഈ ഒരു റേഡിയോളജി റൂം ആണെന്ന് അറിയാതെ എന്താണ് അവിടെ റേഡിയേഷൻ പ്രൊട്ടക്ഷനുകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധനവും ധരിക്കാതെ തന്നെ പെട്ടെന്ന് മനഃപൂർവ്വമല്ലാതെ അല്ലെങ്കിൽ അബദ്ധവശാല് ഈ ഒരു റൂമിലേക്ക് കയറി അവർക്ക് എന്താണ്, കയറി കഴിഞ്ഞാൽ അവർക്ക് റേഡിയേഷൻ അവരുടെ ബോഡിയിലേക്ക് അഫക്ട് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ് പ്രൊട്ടക്ഷൻ, റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ വെയറുകൾ ധരിക്കാതെ അല്ലെങ്കിൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള എന്താണ് സാധനങ്ങളൊന്നും ധരിക്കാതെ അബദ്ധവശാൽ അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാതെ ഈ ഒരു റൂമിലേക്ക് കയറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള റെഡ് ബൾബുകൾ പോലെയുള്ള വാർണിംഗ് ലൈറ്റ്സുകൾ പ്രകാശിപ്പിക്കുന്നത്. അതെപ്പോഴാണ് പ്രകാശിപ്പിക്കുന്നത്? എക്സ്റേ പോലുള്ള പ്രൊസീജിയർ എപ്പോഴാണ് ഒരു പേഷ്യന്റിനെ കയറ്റി ആ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ സമയത്ത് ഈ ലൈറ്റ് കത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇനി ആ ഒരു പ്രൊസീജിയർ തീർന്നേയും ഒരു പേഷ്യന്റിന്റെ പ്രൊസീജിയർ ആ ഒരു എക്സ്റേ എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതെന്ത് ചെയ്യും, ഓഫ് ആവും. അതിനുശേഷം എന്താ, പിന്നീട് മറ്റൊരു പേഷ്യന്റിനെ കയറുമ്പോൾ പിന്നെയും ഓൺ ആവും, പിന്നെയും ഓഫ് ആവും. ഈ ഒരു പ്രൊസീജിയർ ആ ഒരു സമയം എന്താണ്, ഇപ്പോൾ പ്രൊസീജിയർ ഈ ഒരു ഉള്ളിൽ അത് നടക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ ഒരു ലൈറ്റുകൾ, വാർണിംഗ് ലൈറ്റുകൾ കത്തിക്കിടക്കും അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാഫുകളുടെ പ്രൊട്ടക്ഷൻ നടത്താനായിട്ട് സാധിക്കും അല്ലെ. എന്താണ് അവിടെ ഇങ്ങനെയുള്ള സൈൻ ബോർഡുകൾ അല്ലെങ്കിൽ എന്താണ്
വാർണിംഗ് ബോർഡുകൾ അല്ലെങ്കിൽ മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ സ്ഥാപിക്കുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാം? അതൊരു റേഡിയോളജി ഏരിയയാണ്. ഹൈ റേഡിയേഷൻസ് പുറപ്പെടുവിക്കുന്നുണ്ട് അല്ലെ. അതിന് ജാഗ്രത വേണം. അതുപോലെ ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് പോകണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ആ ഒരു ബോർഡ് കാണുമ്പോൾ ഒന്ന ഏരിയയില റേഡിയേഷൻസ് ഉള്ള ഒരു ഏരിയയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് പോവണ്ട. അപ്പൊ അങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ എന്താ, ജനറൽ ആയിട്ടുള്ള ട്രാഫിക്കിൽ തിരക്കുകളുള്ള ആ ഒരു ഏരിയയിൽ നിന്നും കുറച്ച് അകലം പാലിച്ച് ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വെക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന മറ്റുള്ള ഒത്തിരി പേർക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ റേഡിയേഷൻസ് എഫക്ട് ചെയ്യാതിരിക്കാനായിട്ട് നമുക്കത് സഹായിക്കും. അതുപോലെ വാർണിംഗ് ലൈറ്റ്സുകൾ നമ്മൾ പറഞ്ഞു, എന്താണ്, റെഡ് കളറുള്ള ബൾബുകളൊക്കെ കത്തിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പ്രൊസീജിയർ എന്താണ്, എക്സ്റേ ആണെങ്കിൽ എക്സ്റേ റൂമിൽ റേഡിയേഷൻസ് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എന്താണ് കാണാനായിട്ട് സാധിക്കാൻ പറ്റും. അതുകൊണ്ട് എന്താണ്, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും ധരിക്കാണ്ട് അബദ്ധവശാൽ ഒരാളും അകത്തേക്ക് കയറാനുണ്ട്, ആ ഒരു റൂമിന്റെ അകത്തേക്ക് കയറാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നമുക്ക് തടയാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്? പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത്രയും ക്ലിയർ ആയോ? പബ്ലിക്, സ്റ്റാഫ്, പേഷ്യൻസ്, സ്റ്റാഫ്, പബ്ലിക്കിന്റെ കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്താണ്, അഡ്മിനിസ്ട്രേഷൻ. ഇതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ, നമ്മൾ ഏത് ചാപ്റ്റർ പഠിച്ചാലും ലാസ്റ്റ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാറുണ്ടല്ലോ. അപ്പൊ ഇവിടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടും അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാന്ന് നോക്കി. എൻലാർജിങ് ആൻഡ് കൺസൾട്ടിങ് ഓൾ റേഡിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റൽ പോളിസീസ് ആൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ ഫോർ ദ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. എന്താണ് എൻലാർജിങ് എന്ന് പറയുന്നത്? ഡെവലപ്പ് ചെയ്യുക. എൻലാർജിങ് എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ വികസിപ്പിക്കുക. ആൻഡ് കൺസേണിംഗ് എന്ന് പറയുന്നത് അപ്രൂവൽ അല്ലെങ്കിൽ അനുമതി നൽകുക. ഓൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പോളിസീസ് എന്ന് പറയുന്നത് നയങ്ങള്, കോഴ്സ് ഓഫ് ആക്ഷനോ നടപടിക്രമങ്ങള്. അപ്പൊ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അതിന്റെ അതിന്റെ ആ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നയങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതും അതിനുള്ള അപ്രൂവൽ അല്ലെങ്കിൽ അനുമതി നൽകുന്നതും ആരായിരിക്കും? അഡ്മിനിസ്ട്രേഷൻകാരാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻകാരാണ്. അവിടെ ഡിപ്പാർട്ട്മെന്റിനുള്ള എന്തൊക്കെ പോളിസീസ് അല്ലെങ്കിൽ നയങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ അവരുടെ ആ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ, അതിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതും അതിന്റെ അപ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺസേൺ കൊടുക്കുന്നത് അല്ലെങ്കിൽ അനുമതി നൽകുന്നതും ആരായിരിക്കും? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻകാരാണ്. ഇനി അവർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻകാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ നോക്കി. ഫസ്റ്റ് പോയിന്റ് നോക്കി. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഫോർ വാർഡ് പേഷ്യന്റ് should be so planned that inpatients not have to wait excessively. എന്താണ് അവിടെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം? അതായത് നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകള് എക്സ്റേ സ്കാനിങ്ങുകള്, CT, MRI പോലുള്ള സ്കാനിങ്ങുകളൊക്കെ നടത്തുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് ഇൻപേഷ്യൻസ് അല്ലെങ്കിൽ വാർഡ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? അവിടെ താമസിച്ചുകൊണ്ട് ചികിത്സ ചെയ്യുന്ന ആളുകൾ അല്ലെ. താമസിച്ചുകൊണ്ട് ചികിത്സ നേടുന്ന ആളുകളാണ് ഇൻപേഷ്യൻസ് അല്ലെങ്കിൽ വാർഡ് പേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ അപ്പോയിന്റ്മെന്റുകൾ സിസ്റ്റം അല്ലെങ്കിൽ അവരുടെ ആ ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എങ്ങനെയായിരിക്കണം? ഷുഡ് ബി സോ പ്ലാൻഡ് ആയിരിക്കണം, ആസൂത്രിതമായിരിക്കണം, വളരെ ആസൂത്രണം ചെയ്തായിരിക്കണം. അവർക്ക് ഈ ഒരു പ്രൊസീജിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? അപ്പോയിന്റ്മെന്റുകൾ നല്ല പ്ലാനിങ്ങോട് കൂടിയായിരിക്കണം അപ്പോയിന്റ്മെന്റുകൾ നൽകേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ്? നോട്ട് ഹാവ് ടു വെയിറ്റ് എക്സസീവ്ലി. ഒത്തിരി സമയം അവർക്ക് അതിനെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരരുത്. അപ്പൊ അങ്ങനെ വെയിറ്റിംഗ് ടൈം കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒത്തിരി സമയം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ തന്നെയുള്ള ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ആയിരിക്കണം ഇൻപേഷ്യൻസ് അല്ലെങ്കിൽ വാർഡ് പേഷ്യൻസിന് കൊടുക്കേണ്ടത്. കാരണം എന്താ, അവിടെ അവിടെ താമസിച്ചുകൊണ്ട് ചികിത്സ നേടുന്ന പേഷ്യൻസിന്റെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും? അവർക്ക് ഒത്തിരി വയ്യാത്ത ഒരവസ്ഥ വരുമ്പോഴാണോ നമ്മൾ അവിടെ പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നത്? അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് ആകുമ്പോൾ അവർക്ക് ഒത്തിരി സമയം വെയിറ്റ് ചെയ്ത് ഇവിടെ ആ ഒരു പ്രൊസീജിയർ എടുക്കാനൊക്കെ അവരുടെ ആ ഒരു ഹെൽത്ത് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ അവരെന്ത് ചെയ്യണം? ഇവിടെയുള്ള തിരക്കുകളൊക്കെ അനുസരിച്ച് അല്ലെങ്കിൽ എത്ര പേഷ്യൻസിന്, മറ്റ് ഔട്ട് പേഷ്യൻസിന് എത്ര പേർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുപോലെ ഓരോരുത്തരുടെയും ഹെൽത്ത് കണ്ടീഷനൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? അവിടെയുള്ള തിരക്കുകളും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് അത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒത്തിരി സമയം വെയിറ്റ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് ഈ പ്രൊസീജിയർ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു അപ്പോയിന്റ്മെന്റുകൾ
തയ്യാറാക്കി നൽകിയിരിക്കണം. അതാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. ഇനി ഇത് തയ്യാറാക്കി അങ്ങനെ നൽകുന്നുണ്ടോ എന്നുള്ളത് ആരാണ് ഇത് തയ്യാറാക്കി നൽകേണ്ടത്? ആ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകളല്ലേ അവിടെ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരുമാണ്. ഇനി അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കറക്റ്റ് ആയിട്ടാണ് ഇങ്ങനെയുള്ള പ്ലാനിംഗ് സിസ്റ്റവും അപ്പോയിന്റ്മെന്റുകളും ഒക്കെ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടാണോ അവർ ചെയ്യുന്നത് എന്നുള്ളത് ആര് ഉറപ്പുവരുത്തിയിരിക്കണം? അഡ്മിനിസ്ട്രേഷൻകാർ ഉറപ്പുവരുത്തിയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് നോക്കി, ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ്സ് ആർ ഫോളോഡ് അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ പോളിസി. ഹോസ്പിറ്റൽ പോളിസിനനുസരിച്ച് അല്ലെ, ഹോസ്പിറ്റലിലെ നയങ്ങൾ അനുസരിച്ച് ഇപ്പൊ ഓരോ ഹോസ്പിറ്റലിലും ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ ഇത്ര ടൈമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഒരു ഡിപ്പാർട്ട്മെന്റ് ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇത്ര ടൈം ഓവർ ടൈം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 24 hours ആണെങ്കിൽ അതിന് ഇത്ര പേര് ഷിഫ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്ര സമയം ഷിഫ്റ്റ് ആണ്, ഇത്ര മണി മുതൽ ഇത്ര സമയം വരെ എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്ര പേരൊക്കെ ഇന്ന സ്ഥലത്ത് ഇന്ന പോലൊക്കെ വർക്ക് ചെയ്യണം. അതുപോലെ ഡ്യൂട്ടീസ് ഒക്കെ ഓരോരുത്തർക്കും അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഷെഡ്യൂൾ പോലെയാണ് അവിടുത്തെ വർക്കുകൾ നടത്തുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ഹോസ്പിറ്റൽ പോളിസിക്ക് അനുസരിച്ചുള്ള ഡിപ്പാർട്ട്മെന്റ് ടൈമിങ്ങുകളാണോ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഫോളോ ചെയ്യുന്നത്? ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ കറക്റ്റ് ടൈമിൽ ആ ഹോസ്പിറ്റൽ പോളിസിയിൽ പറയുന്ന രീതിയിലുള്ള കറക്റ്റ് ടൈമിലാണോ ആ ഡിപ്പാർട്ട്മെന്റ് ടൈമിങ്ങുകൾ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഫോളോ ചെയ്യുന്നത്? കറക്റ്റ് ടൈമിലാണോ ഓപ്പൺ ചെയ്യുന്നത്? അതുപോലെ തോന്നിയ പോലെ ചെയ്യാൻ പറ്റുമോ? അവർക്ക് തോന്നുന്ന സമയത്തൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ പ്രവർത്തനം തുടങ്ങുകയും ആ ടൈം എത്ര ടൈമാണോ പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് തന്നെ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യുകയും വേണം. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ടൈമിങ്ങുകൾ കറക്റ്റ് ആയിട്ട് ആ ഡിപ്പാർട്ട്മെന്റ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻകാരാണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കി, നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവേർട്ടഡ്. എന്താണ് അവേർട്ടഡ് എന്ന് പറഞ്ഞാൽ? ഒഴിവാക്കുക കേട്ടോ, ഒഴിവാക്കുക എന്നുള്ള മീനിങ് ആണ് അവേർട്ടഡ്. അപ്പൊ നോൺ എസെൻഷ്യൽ ടൈം എന്താണ്? അത്യാവശ്യമല്ലാത്ത സമയം എന്ത് ചെയ്യണം? ടൈം ഷുഡ് ബി അവോയ്ഡഡ്. എന്താണ്? വെയിറ്റിംഗ് ടൈം അല്ലെ. നമുക്കിപ്പോ ഒരു പേഷ്യന്റ് എന്തെങ്കിലും ഒരു പ്രൊസീജിയേഴ്സ് എക്സ്റേയോ സ്കാനിങ്ങളോ ഒക്കെ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ആവശ്യമല്ലാത്ത ഒത്തിരി സമയം അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. അതെന്ത് ചെയ്യണം? ഒഴിവാക്കിക്കൊണ്ട് എന്താണ് ഓരോരുത്തരുടെ ആ ഒരു മുൻഗണനാ ക്രമത്തിൽ ആരൊക്കെയാണ് ആദ്യം വന്നതെന്നുള്ള ആ ഒരു രീതിക്കനുസരിച്ച് അവരെന്ത് ചെയ്യുക? ആ പ്രൊസീജിയറിന് ഒത്തിരി സമയം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ തന്നെ ആ ഒരു പ്രൊസീജിയർ ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ റിസൾട്ട് കിട്ടുന്നതും എന്ത് ചെയ്യുക? അതുപോലെ തന്നെ കുറച്ചും കൂടി വെയിറ്റിംഗ് ടൈം ഒക്കെ കുറച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർക്ക് ആ ഒരു റിസൾട്ടുകളൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ആര് ഉറപ്പുവരുത്തണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻകാർ ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് നോക്കി, പ്രിവെന്റീവ് മെയിന്റനൻസ് ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ് അല്ലെ. ഇപ്പൊ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അവിടെ ഉള്ള എല്ലാ മെഷീൻസിന്റെയും എക്യുപ്മെന്റ്സിന്റെയും ഒക്കെ മെയിന്റനൻസ് അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വർക്കിങ്ങില് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യണം? അത് ആനുകാലികമായിട്ട് ചെക്ക് ചെയ്തുകൊണ്ട് അത് ഉറപ്പുവരുത്തിയിരിക്കണം. മെയിന്റനൻസ് ഒന്നുമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഉടനടി അത് എന്ത് ചെയ്യണം? അത് പ്രോപ്പറായിട്ട് വർക്ക് ഫംഗ്ഷൻ ചെയ്യാനുള്ള രീതിയിൽ ആക്കണം. അങ്ങനെയുള്ള മെയിന്റനൻസുകളൊക്കെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻമാർ ഉറപ്പുവരുത്തണം. Next point note, the radiology department must maintain an effective working relationship with the medical staff, the administration, and other hospital department and services. ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഒരു എഫക്റ്റീവ് വർക്കിംഗ് റിലേഷൻഷിപ്പ്, ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു പ്രവർത്തന ബന്ധം ആരൊക്കെയായിട്ട് നിലനിർത്തണമെന്നാണ് പറയുന്നത്? അവിടെയുള്ള മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ടും അവിടുത്തെ അഡ്മിനിസ്ട്രേഷനുമായിട്ടും അതുപോലെ മറ്റ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളും സേവനങ്ങളും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യണം? ഇവരൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നിലനിർത്തണം. മനസ്സിലായോ പോയിന്റ് എന്താണെന്നുള്ളത്? Next നോക്കി, അസസ്മെന്റ് ഓഫ് ദ ക്വാളിറ്റി ആൻഡ് എക്സാക്ട്നെസ് ഓഫ് റേഡിയോളജി സർവീസസ്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് റേഡിയോളജി സർവീസുകൾ അല്ലെങ്കിൽ റേഡിയോളജിയുമായി ബന്ധപ്പെട്ട് നൽകുന്ന സേവനങ്ങൾ, ഇപ്പൊ നമ്മുടെ റിസൾട്ടുകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിന്റെ കൃത്യത, അതാണ് എക്സാക്ട്നെസ് എന്ന് പറയുന്നത്. കൃത്യത, അതുപോലെ ക്വാളിറ്റി, ഗുണനിലവാരമൊക്കെ എന്ത് ചെയ്യണം? വിലയിരുത്തുക. ആര് വിലയിരുത്തണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻകാർ വിലയിരുത്തണം. ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള സേവനങ്ങളിലുള്ള കൃത്യതകളും അതുപോലെ അതിന്റെ ഗുണനിലവാരമൊക്കെ വിലയിരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻകാരാണ്. All the reports are to be signed by radiologist. ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രൊസീജിയേഴ്സും നമുക്ക് അവർക്ക് റിപ്പോർട്ടുകൾ കൊടുക്കണ്ടേ? എക്സ്റേ ആണെങ്കിലും സ്കാനിങ്ങുകളാണെങ്കിലും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം?
റിപ്പോർട്ടുകൾ കൊടുക്കണം. ആ റിപ്പോർട്ടുകൾ സൈൻ ചെയ്യേണ്ടത് ആരാണ്? റേഡിയോളജിസ്റ്റുകളാണ്. റേഡിയോളജിസ്റ്റുകൾ ആരാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ? മെഡിക്കൽ ഡോക്ടേഴ്സ് ആണ് എന്ത് ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന മെഡിക്കൽ ഡോക്ടേഴ്സ് ആണ് റേഡിയോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. അവരെ എല്ലാ റിപ്പോർട്ടും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന എല്ലാ റിപ്പോർട്ടുകളും സൈൻ ചെയ്യേണ്ടത് ആരാണ്? റേഡിയോളജിസ്റ്റുകളാണ്. അങ്ങനെ എല്ലാ റിപ്പോർട്ട്സിലും റേഡിയോളജിസ്റ്റുകൾ സൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻകാരാണ്. നെക്സ്റ്റ് നോക്കി, there should be well trained and registered radiographers. ഇനി ആരാണ് റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത്? അവിടുത്തെ ടെക്നീഷ്യൻസ് ആണ് അല്ലെ? ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ വെൽ ട്രെയിനിങ്ങുകൾ കിട്ടിയിരിക്കുന്ന ടെക്നീഷ്യൻസ് ആണ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ആണ് റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത്. ഈ റേഡിയോഗ്രാഫേഴ്സ് എങ്ങനെയുള്ളവരായിരിക്കണം? ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന റേഡിയോഗ്രാഫേഴ്സ് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള റേഡിയോഗ്രാഫേഴ്സ് ആയിരിക്കണം, നല്ല രീതിയിലുള്ള പരിശീലനങ്ങൾ ലഭിച്ചവരായിരിക്കണം, അതുപോലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ളവരായിരിക്കണം റേഡിയോഗ്രാഫേഴ്സ് ഉണ്ടാവേണ്ടത്. ഇനി അങ്ങനെയുള്ള റേഡിയോഗ്രാഫേഴ്സ് അറ്റ്ലീസ്റ്റ് വൺ ഷുഡ് ബി അവൈലബിൾ ഓൺ ഓൾ ടൈം. ഇപ്പോഴും ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യണം? വിളിച്ചാൽ അവൈലബിൾ ആയിരിക്കണം. അപ്പോ എന്താണ് പറഞ്ഞത്? there should be a well trained, എപ്പോഴും നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള അതുപോലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള റേഡിയോഗ്രാഫേഴ്സ് ആയിരിക്കണം ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളായിട്ട് വരാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള റേഡിയോഗ്രാഫേഴ്സിൽ ആരെങ്കിലും ഒരാളെങ്കിലും എപ്പോഴും വിളിച്ചാൽ അവൈലബിൾ ആയിരിക്കണം. Next നോക്കി, the standard and regulations of Atomic Energy Regulatory Board, that is AERB, and the Division of Radiological Protection and Baba Atomic Research Center BARC should be clung to. എന്താണ് clung to എന്ന് പറഞ്ഞാൽ മുറുകെ പിടിക്കുക അല്ലെങ്കിൽ ചേർത്ത് നിൽക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ AERB ഇതൊക്കെ എന്താണ്? റെഗുലേറ്ററി ബോഡിയാണ് അല്ലെ? AERB എന്ന് പറയുന്നത് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. അതുപോലെ തന്നെ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അല്ലെ? ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ BARC എന്ന് പറഞ്ഞ ഒരു ഗവേഷണ കേന്ദ്രമാണ്. അപ്പൊ അറ്റോമിക് ന്യൂക്ലിയർ ആണവോർജവുമായി ബന്ധപ്പെട്ട ഒരു ഗവേഷണ കേന്ദ്രമാണ് BARC എന്ന് പറയുന്നത്. അപ്പൊ ഇവയൊക്കെ എന്താണ്? ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേഷൻ, എന്താണ് സ്റ്റാൻഡേർഡ്സ്? കുറച്ച് മാനദണ്ഡങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഇവ കൊടുക്കുന്നുണ്ട്. ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, അവിടുത്തെ ഫെസിലിറ്റീസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള കുറച്ച് മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡുകൾ അല്ലെങ്കിൽ റെഗുലേഷൻസ് ഒക്കെ AERBയും റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടും അതുപോലെ BARC ഒക്കെ നൽകുന്നുണ്ട്. അപ്പൊ ഇവര് നൽകുന്ന ആ സ്റ്റാൻഡേർഡിനും റെഗുലേഷനും അനുസരിച്ചായിരിക്കണം അല്ലെങ്കിൽ ഇതെല്ലാം മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരുടെ ആ BARCയുടെയും AERBയുടെയും റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷനുമായി ഒക്കെ ബന്ധപ്പെട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ്സ്, റെഗുലേഷൻസ്, മാനദണ്ഡങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണോ ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആര് ഉറപ്പുവരുത്തിയിരിക്കണം? അഡ്മിനിസ്ട്രേഷൻകാര് ഉറപ്പുവരുത്തിയിരിക്കണം. ക്ലിയർ ആയോ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടത്? ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? ഇൻപേഷ്യൻസ് അല്ലെങ്കിൽ വാർഡ് പേഷ്യൻസിനുള്ള അപ്പോയിന്റ്മെന്റുകൾ ഒത്തിരി വെയിറ്റ് ചെയ്യിപ്പിക്കാതെ ഉള്ള രീതിയിലുള്ള അപ്പോയിന്റ്മെന്റുകൾ പ്ലാൻ ചെയ്യുക. രണ്ടാമത് പറഞ്ഞ ആ ഹോസ്പിറ്റൽ പോളിസിക്ക് അനുസരിച്ചുള്ള ഡിപ്പാർട്ട്മെന്റൽ ടൈമിങ്ങുകൾ കറക്റ്റ് ആയിട്ട് ഇവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് പറഞ്ഞ ഒത്തിരി അനാവശ്യമായിട്ടുള്ള ഒത്തിരി സമയം വേസ്റ്റ് ചെയ്യാതെ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായ രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് കറക്റ്റ് ആയിട്ടുള്ള സമയം എടുത്തുകൊണ്ട് പ്രൊസീജിയർ ചെയ്യുകയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അവർക്ക് റിസൾട്ടുകളും ഉറപ്പാക്കുക. നെക്സ്റ്റ് പറഞ്ഞ പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ് അല്ലെ? അവിടെ ഉള്ള എല്ലാ മെഷീൻസിന്റെയും എക്യുപ്മെന്റ്സിനും എന്ത് ചെയ്യണം? അത് ആനുകാലികമായിട്ട് അതിന്റെ മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ക്ലിയർ ചെയ്ത് എപ്പോഴും നല്ല ഫുള്ളി പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ആക്കി എപ്പോഴും സെറ്റ് ചെയ്ത് കീപ്പ് ചെയ്തിരിക്കണം.
നെക്സ്റ്റ് നോക്കിയത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് എന്താണ് അവർ ആ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ അതുപോലെ തന്നെ അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ടും അഡ്മിനിസ്ട്രേഷനുമായിട്ടും പിന്നെ അവിടുത്തെ മറ്റ് സേവനങ്ങളുമായിട്ടും എല്ലാവരുമായിട്ടും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നിലനിർത്തേണ്ടതാണ്. നെക്സ്റ്റ് നോക്കി എന്താണ് പറഞ്ഞത്, റേഡിയോളജി സർവീസുകളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് സേവനങ്ങളുടെ കൃത്യതയും അതുപോലെ അതിന്റെ ഗുണനിലവാരവും ഒക്കെ വിലയിരുത്തേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻകാരാണ്. അതുപോലെ അവിടുന്ന് വരുന്ന എല്ലാ റിപ്പോർട്ടുകളിലും റേഡിയോളജിസ്റ്റുകൾ സൈൻ ചെയ്തിരിക്കണം. അങ്ങനെ സൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻകാരാണ്. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ആ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്ന് പറയുന്നത് റേഡിയോഗ്രാഫേഴ്സ് എങ്ങനെയുള്ളവരായിരിക്കണം? രജിസ്റ്റേർഡ് ആയിട്ടുള്ള വെൽ ട്രെയിൻഡ് റേഡിയോഗ്രാഫേഴ്സ് ആയിരിക്കണം. അതുപോലെ ആരെങ്കിലും ഒരാളെ എപ്പോഴും വിളിച്ചാൽ അവൈലബിളും ആയിരിക്കണം. അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ആര് ഉറപ്പുവരുത്തേണ്ടതാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻകാർ ഉറപ്പുവരുത്തേണ്ടതാണ്. നെക്സ്റ്റ് നോക്കി AERB അതുപോലെ തന്നെ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ BARC പോലെയുള്ളവയുമായി ബന്ധപ്പെട്ട് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് കുറച്ച് സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേഷൻസ് ഇവർ പറയുന്നുണ്ട്. ആ ഒരു സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ആ മാനദണ്ഡങ്ങളും നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം ഏതൊരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റും വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടാണോ ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആര് ഉറപ്പുവരുത്തണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻകാർ ഉറപ്പുവരുത്തണം. ഇത്രയും പോയിന്റ് ക്ലിയർ ആയോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങള് ക്ലിയർ ആയോ? ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ. ഇത്രയുമായിട്ട് നമ്മുടെ റേഡിയോളജി എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താം. ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വേഗം ഒന്ന് വായിച്ചു നോക്കി. ഇത്രയും എടുത്ത ഭാഗം, ഇന്നെടുത്ത ഇത്രയും ഭാഗം. ഓക്കെ, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആണോ പറയാൻ പറയുന്നേ? റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ മറ്റൊരു പേരും കൂടി പറയാം നമുക്ക്, റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. അപ്പൊ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് ചോദിച്ചാലും റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് ചോദിച്ചാലും ഒന്ന് തന്നെയാണ്. ഇനി അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആരാണ്? IAEA ആണ്. അതായത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അല്ലെങ്കിൽ IAEA ആണ് എന്താണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നുള്ളത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അവർ IAEA പറയുന്നത് എന്താണ്? The protection of people from injurious effects of exposure to ionizing radiation and the means for attaching these. എന്താണ് അവിടെ? അയനൈസിങ് റേഡിയേഷനുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ അല്ലെ? സമ്പർക്കത്തിൽ വരുമ്പോൾ ഓൾറെഡി സൈഡ് എഫക്ട്സ് ഉണ്ടാവുന്ന നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പൊ അയനൈസിങ് റേഡിയേഷനുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ദോഷഫലങ്ങളിൽ നിന്നുള്ള ആളുകളുടെ സംരക്ഷണമാണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. അതുപോലെ എന്താണ്? ആൻഡ് ദ മീൻസ് ഫോർ അറ്റാച്ചിങ് ദീസ്. ഇനി അതെങ്ങനെ എന്തൊക്കെ മാർഗങ്ങളിലൂടെ അത് നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ നൽകാനാവും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് റേഡിയേഷൻ പ്രൊട്ടക്ഷനിൽ വരുന്നത്. മനസ്സിലായോ? ഇവിടെ പ്രധാനമായിട്ടും എന്ത് പോയിന്റ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്? റേഡിയേഷനുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ ഒത്തിരി പേർക്ക് എന്താണ് സൈഡ് എഫക്റ്റുകൾ അല്ലെങ്കിൽ ദോഷഫലങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ ദോഷഫലങ്ങളിൽ നിന്നും ആളുകളുടെ സംരക്ഷണം അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ആണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആൻഡ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഒക്യുപേഷൻ ആണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ പ്രൊട്ടക്ഷൻ ആണ്. മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ അവിടെ വന്നിരിക്കുന്ന ഓരോ പേഷ്യൻസിന്റെയും പ്രൊട്ടക്ഷൻ ആണ്. പബ്ലിക് ആണെങ്കിൽ അവിടെ വരുന്ന പൊതുജനങ്ങളുടെയും പൊതുജനങ്ങളിലെ ഓരോ ഇൻഡിവിജ്വൽസിനെയും കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം ആ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണം നൽകേണ്ടത്. ഈ മൂന്ന് കാര്യങ്ങളാണ് അതിൽ വരുന്ന മൂന്ന് ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇത് പഠിപ്പിച്ചല്ല ഉണ്ടോ? ഡൗട്ട്സ് എന്തെങ്കിലും ഒന്ന് വേഗം ചോദിച്ചേ. നമുക്ക് എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താം ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട്. ഡൗട്ട്സ് ഉണ്ടോ? മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്, നിങ്ങൾ ചോദിച്ചോളൂ ഡൗട്ട്സ് ഉള്ളവര്. റേഡിയോഗ്രാഫേഴ്സ് എന്താണ്? ടെക്നീഷ്യൻസ് ആണ്. അവര് നമ്മുടെ ആ ഒരു റേഡിയോളജി ആ ഒരു പ്രൊസീജിയേഴ്സ് ചെയ്യാൻ സഹായിക്കുന്നവരാണ് ടെക്നീഷ്യൻസ് അല്ലെ? ടെക്നീഷ്യൻസ് അല്ലെ പ്രധാനമായിട്ട് ആ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്? ഡോക്ടേഴ്സ് എന്താണ്? അവരെ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നവരാണ് ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത്.
അപ്പൊ ക്ലിയർ ആയതുകൊണ്ടാണോ, അത് ഡൗട്ട്സ് ഇല്ലാത്തത് കൊണ്ടാണോ ചോദിക്കാത്തെ? ക്ലിയർ ആയോ ഈ ചാപ്റ്റർ? മാം ലെഡ് ഏപ്രൺ അല്ലേ മാം? അത് ലെഡ് ഒരു മെറ്റീരിയൽ അല്ല ഉദ്ദേശിക്കുന്നത്. അതായത് മീനിങ് ആണ് കേട്ടോ ഇവിടെ. ധരിക്കുക, ഏപ്രൺസ് ധരിക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഓക്കെ മാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് എഴുതാം. നോട്ട് എടുത്തേ വേഗം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. In radiology, diagnosis and treatment of disease. In radiology, ക്വസ്റ്റ്യൻസ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടുപിടിച്ചിട്ട് വരണം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. So first question, in radiology, diagnosis and treatment of disease. Diagnosis and treatment of disease by using dash. In radiology, diagnosis and treatment of disease by using dash. By using dash. Second question, the procedure that is done to create, the procedure that is done to create image, the procedure that is done to create image within the body, especially the bones, is called dash. The procedure that is done to create image within the body, especially the bones, is called dash. The procedure that is done to create image within the body, especially the bones, is called dash. Third question, radiology that focus on using minimally invasive, radiology that focus on using minimally invasive, radiology that focus on using minimally invasive interventional techniques, minimally invasive interventional techniques to diagnose and to treat patients, to diagnose and to treat patients. Radiology that focus on using minimally invasive interventional techniques to diagnose and to treat patients. Third question ആണ് കേട്ടോ. Then fourth question, radiology rooms are secluded that, radiology rooms are secluded that people cannot come dash meter of, radiology rooms are secluded that people cannot come dash meter of its outside walls, dash meter of its outside walls. Radiology rooms are secluded that people cannot come dash meter of its outside walls. Then fifth question, dosimeter is used to assess, the absorbed rate of, dosimeter is used to assess
the absorbed rate of dosimeter is used to assess the absorbed rate of dash. The absorbed rate of dash. Dosimeter is used to assess the absorbed rate of dash. Fifth question ആയിരുന്നില്ലേ? ഇനി sixth question. What is the adequate distance? What is the adequate distance between? What is the adequate distance between machine and control panel? What is the adequate distance between machine and the control panel in a radiation room? What is the adequate distance between machine and control panel in a radiation room? Machine and control panel in a radiation room. Seventh question. Install X-ray machine. X-ray machine. Install X-ray machine in the dash of the X-ray room. Install X-ray machine in the dash of the X-ray room. Dash of the X-ray room. Install X-ray machine in the dash of the X-ray room. Seventh question. Eighth question. Radiation protection. Radiation protection is also known as radiation protection is also known as dash. Radiation protection is also known as dash. Radiation protection is also known as dash. Then ninth question. Angiographies are performed for visualizing. Angiographies are performed for visualizing dash. Angiographies are performed for visualizing dash. Angiographies are performed for visualizing dash. Then 10th question. In radiology, all the reports are to be signed by in radiology, all the reports are to be signed by dash. In radiology, all the reports are to be signed by dash. കിട്ടിയോ 10 ക്വസ്റ്റ്യൻസ്? 10 ക്വസ്റ്റ്യൻസ് കിട്ടിയോ? 10 ക്വസ്റ്റ്യൻസ് തരുന്നോ? ബാക്കിയുള്ളത് മോക്ക് ടെസ്റ്റ് ഇട്ടേക്കാം കേട്ടോ. ഈ ഒരു ഭാഗത്തു നിന്നുള്ള മറ്റു ക്വസ്റ്റ്യൻസ്. അപ്പോ 10 ക്വസ്റ്റ്യൻസ് കിട്ടിയോ? അപ്പൊ ആൻസേഴ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടുപിടിച്ചിട്ട് വരണം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങും. ചാപ്റ്റർ ഡയറ്ററി സർവീസ് ആണ് കേട്ടോ. ഡയറ്ററി സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് തുടങ്ങുന്നത്. അപ്പൊ അതിന് നോട്ട്സ് ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് കയ്യിൽ കരുതിയിരിക്കുക. അപ്പോ ഈ 10 ക്വസ്റ്റ്യൻസും കിട്ടിയോ? ആണോ ചാപ്റ്റർ 23 ഡയറ്ററി സർവീസ്. ഓക്കെ, അപ്പോ എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടിയോ? ഓക്കെ, അപ്പൊ 10 ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് കണ്ടുപിടിച്ചിട്ട് വരാം കേട്ടോ. ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? Thank you, ma'am. Okay, thank you.